ഹലോ ഗായ്സ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൽക്കി 2898 AD എന്ന പ്രഭാസിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയുടെ റിവ്യൂവുമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ റിവ്യൂ ചെയ്യണം തോന്നി, കാരണം ഒട്ടും വൈകിപ്പിക്കാൻ പറ്റത്തില്ല. അടിപൊളി പടം, സയൻസ് ഫിക്ഷൻ പ്ലസ് പുരാണം അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് വേണം പറയാനുണ്ട്. പ്രഭാസ് അണ്ണൻ്റെ ഇൻട്രോ, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ഒരു രക്ഷയുമില്ല. അടിപൊളി സാധനം. അനബനൊക്കെ കുറച്ച് നേരത്തെ ഇതിനകത്തുള്ളെങ്കിൽ തന്നെ പൊളിച്ചടിക്കുന്നതെന്ന് വെച്ചാൽ പക്കയായിട്ട് പൊളിച്ചടുക്കി. ഈ പ്രായത്തിലുള്ള അമിതാഭ് ബച്ചൻ്റെ ആക്ഷൻ സീക്വൻസ്, പുള്ളിക്ക് വയസ്സായെന്ന് സത്യം പറഞ്ഞ് അങ്ങനെ ആക്ഷൻ കണ്ടാൽ പറയത്തില്ല, അമ്മാതിരി അടിപൊളി സാധനം. പ്രഭാസിൻ്റെ ചില കോമഡി സാധനങ്ങളൊക്കെ ഒരു രക്ഷയിൽ പറഞ്ഞാൽ പക്ക അടിപൊളി. ഇത്രയധികം പുള്ളിക്ക് കോമഡി വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളി. ശരിക്കും പറഞ്ഞാൽ പ്രഭാസിൻ്റെ ഒരു കംബാക്കാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഈ പടം എടുത്ത നാഗാർജുന ചേട്ടൻ മുന്നേ ചെയ്യേണ്ടിയിരുന്നത് വേറെ ഏതെങ്കിലും ഒരു ഒരു മഹാഭാരതമോ രാമായണം പ്രഭാസ് ചെയ്ത സമയത്ത് നാഗാർജുനൻ്റെ കയ്യിലാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ഇന്നൊരു ബ്രഹ്മാണ്ട പടമായി മാറിയേനെ. അമ്മാതിരി അടിപൊളി ഡയറക്ഷൻ, ഒന്നും പറയാനില്ല. ഇതിൻ്റെ VFX ടീം പക്കയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല മക്കളെ. പറ്റുമെങ്കിൽ 3D ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ 3D പോയി കാണുക. അമ്മാതിരി അടിപൊളി സാധനം. സയൻസ് ഫിക്ഷനും മാസ് മസാലയും പുരാണവും പക്ക അടിപൊളി VFXും ഒക്കെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഹോളിവുഡ് സിനിമ കാണുന്ന അതേ ഫീൽ. അതും ഈ നിസ്സാര വെച്ചാൽ ഹോളിവുഡ് എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ 600 കോടി എന്നുള്ളത് ഒരു കമ്പാരിറ്റീവ്ലി വെറും നിസ്സാരമാണ്. ഈ എമൗണ്ടിൽ എങ്ങനെ ചെയ്ത് തീർത്തു എന്ന് പോലും വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് 2 ലേഡീസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവർ മുടക്കിയ ഓരോ സിംഗിൾ എമൗണ്ടിന് വരെ പക്കയായിട്ട് ഈ സിനിമയിൽ ഇവർ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇതിനു വേണ്ടി പറയാൻ പറ്റത്തുള്ളൂ. ഈ പടം നമുക്ക് വേണ്ടി കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ സ്വന്തം ദുൽഖറിൻ്റെ വേഫ ഫിലിംസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സന്തോഷ് നാരായൺ. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷ് നാരായൺ വളരെയധികം എക്സ്പീരിയൻസ്ഡുള്ള പക്ക ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും പുള്ളി ഈ പടത്തിലും ഓരോ സിറ്റുവേഷൻ വൈസ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തെ ഞാൻ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത്രയ്ക്ക് ഉള്ള വകയുണ്ട്. ഓരോ ക്യാരക്ടറും, പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ആന, ദീപിക പദുകോൺ, കമൽഹാസൻ. ശരിക്കും പറഞ്ഞാൽ കമൽഹാസനൊക്കെ സെക്കൻഡ് പാർട്ടാണ്. അടുത്ത പാർട്ടിലാണ് പുള്ളിയുടെ മെയിൻ കളിയല്ല. പക്ക സത്യം പറഞ്ഞാൽ ഇന്ന് മുതൽ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഈ പടം ഒന്നുകൂടെ പോയി കാണണം. അതുപോലൊരു ഫീല്, മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ നമ്മുടെ ബുജി ഒരു ലിവിങ് ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഈ കഥയിലെ ഏറ്റവും അടിപൊളി കഥാപാത്രങ്ങളിലൊന്ന്.